ലച്ചു ചേച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാവരുടെയും ഭയങ്കര പ്രിയപ്പെട്ട ചാടി ചാടി നിൽക്കണ ആർട്സ് സ്പോർട്സ് സിനിമയിലൊക്കെ പറയണ എല്ലാത്തിലും പുള്ളിക്കാരി ഫ്രണ്ടിലായിരുന്നു. സത്യം പറഞ്ഞാൽ വലിയ ഡിഫറൻസ് മനസ്സിലാവുന്നില്ല കല്യാണത്തിന് മുന്നേയും ശേഷം. ഐ മീൻ വലിയ കാര്യമായിട്ടൊന്നും മാറാത്ത പോലെ. അങ്ങനെ കല്യാണം കഴിഞ്ഞോ ശരിക്കും എന്നുള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പം എനിക്ക്. ജിത്തിന് എങ്ങനെയാ? സെയിം ഫീലിംഗ് ആണ്. ദീന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ നമുക്ക് ഒരാളെ എങ്ങനെയാവണം എന്ന് കണ്ടു പഠിക്കുന്ന ഒരു ടൈപ്പ് ആളായിരുന്നു. ചെറുപ്പം മുതലേ ഫുൾ ഭയങ്കര ഡാൻസറായിരുന്നു, നല്ലപോലെ പഠിക്കുമായിരുന്നു, നല്ലപോലെ പാട്ട് പാടുമായിരുന്നു. പുള്ളിക്കാരത്തിക്ക് സാറ്റർഡേ വയലിൻ ക്ലാസ്, സൺഡേ ഡാൻസ് പഠിപ്പിക്കാൻ മുക്കത്തുനിന്ന് ഒരു സാറ് വരുമായിരുന്നു വീട്ടിൽ. അങ്ങനെ ഫുൾ ഓണായിരുന്നു ആ ടൈമിലൊക്കെ. പുള്ളിക്കാരത്തി ഇപ്പോഴും ഓണാണ്, എപ്പോഴും ഓണായിരിക്കും. എല്ലാവരും പറയും 9 വയസ്സിൻ്റെ ഒരു ഡിഫറൻസ് വരികയാണെങ്കിൽ ഒരു കുഞ്ഞിനെ പോലെയാണ്, കൊച്ചിനെ പോലെയാണ് ഞാൻ വളർത്തിയ. ആക്ച്വലി അങ്ങനെയല്ല, അവൻ എന്നെ മോളെ പോലെയാണ് എപ്പോഴും ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ ഫോൺ എടുത്താൽ തന്നെ എന്തുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് അവൻ തുടങ്ങുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛൻ്റെ പ്രസൻസാണ് എപ്പോഴും ഫീൽ ചെയ്യുക. അവൻ എന്ന് വെച്ചാൽ എൻ്റെ സ്ട്രെങ്ത് ആണ്. മാട്രിമോണിയാണ്. ബട്ട് ഫസ്റ്റ് ഞാനാണ് പ്രൊഫൈൽ കണ്ടതിന് ശേഷം എനിക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇഷ്ടമായി. അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര ഞാൻ ഇന്ന് താലികെട്ടിൻ്റെ ഒരു 2 hours മുന്നേ വരെ ഞാൻ ഭയങ്കര ചിൽ ആയിട്ടുള്ള അങ്ങനെയായിരുന്നു. പക്ഷെ കുറച്ചങ്ങോട്ട് അടുത്തടുത്ത് വന്നപ്പോഴത്തേക്ക് എനിക്ക് സ്ട്രെസ്സാണോ ആൻസൈറ്റി ആണോ എന്താ എനിക്ക് ഒന്നും മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ മണ്ഡപത്തിലേക്ക് ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ അവിടെ ജിത്തു ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു ഓക്കെ ഇത് സംഭവിക്കുകയാണ് എന്നുള്ള ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് ആ ആൻസൈറ്റി അപ്പോൾ അവിടെ തന്നെ ഇല്ലാണ്ടായി. അതാണ് എൻ്റെ ഒരു സ്പെഷ്യൽ. He's replacing my father. ഞങ്ങൾ 1-2 ആള് പ്രപ്പോസൽസ് മുന്നേ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ആണെങ്കിൽ അവൻ ഡൗട്ട്ഫുൾ ആയിട്ട് ഇടയ്ക്ക് വന്നിട്ട് പറയും, ചേച്ചി ഇത് വേണ്ടാന്ന് തോന്നുന്നു, അല്ല ഇങ്ങനെയാണ്. പക്ഷെ ശ്രുതിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട് എങ്ങും വന്നിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ആ ഒരു സെക്കൻഡ് മന്തിൽ തന്നെ I was thinking, okay, she's the one. ഇതുപോലെ തന്നെ ലൈഫ് ലോങ് അണ്ടർസ്റ്റാൻഡിങ് ആയി അടിപൊളിയായിട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് ഐ നോ ബോത്ത് ഓഫ് ദം വിൽ കീപ് ഈച്ച് അതർ വെരി ഹാപ്പി.